عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين. أما بعد. اللهم رب زدنا علما يا كريم. ഏറെ ബഹുമാന്യരായ പ്രിയപ്പെട്ട സീറ പഠിതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുജീവിതം പഠിക്കാനും മനസ്സിലാക്കാനും അതിൽ നിന്ന് ജീവിതത്തിൽ പാഠങ്ങൾ ഉൾക്കൊള്ളാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു അവസരം ഞാനും നിങ്ങളും ആ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ ഉൾക്കൊള്ളണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക ചര്യയെ മുറുകെ പിടിക്കാൻ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആദർശത്തെയും തിരുചര്യകളെയും ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത് ഹിജ്റ 8 നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. മക്കയും ഹുനൈനും ത്വായിഫ് യുദ്ധവും അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഹിജ്റ 8 നടന്നു. ഹിജ്റ 8 തന്നെ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവരിപ്പോഴും ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവരാറുള്ള ഒരു സംഭവം ഉണ്ടാവുകയുണ്ടായി. ഉമൈമ ബിൻതു നുഅ്മാൻ അല്ലെങ്കിൽ ഉമൈബ ബിൻതു ശറാഹീൽ എന്ന് അറിയപ്പെട്ട ജൗൻ ഗോത്രക്കാരിയായ ഒരു സ്ത്രീയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തോട്ടത്തിൽ വെച്ച് കടന്നു പിടിച്ചു. അവർ, നിങ്ങളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വെറുതെ വിട്ടു. ഇങ്ങനെ തുടങ്ങി ആ സംഭവത്തെ വഷളാക്കിയും വക്രീകരിച്ചും ആളുകൾ സമൂഹത്തിൽ ഇപ്പോഴും പ്രചരിപ്പിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവമാണ്. അതിന്നും യാതൊരു പുഴുക്കുത്തുകളും പ്രവാചക ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയാത്ത വിമർശകർ ഇങ്ങനെ എടുത്ത് ഉദ്ധരിക്കുന്നു എന്നതുകൊണ്ട് അതിൻ്റെ ശരിയായ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പ്രമുഖരായ ഹദീസ് പണ്ഡിതന്മാരൊക്കെ ഈ സംഭവം വിശദമായി ഉദ്ധരിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഈ സംഭവം വളരെ വിശദമായി തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ, സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ജൗൻ ഗോത്രക്കാരിയായ ആ സ്ത്രീയെ ഒരു തോട്ടത്തിൽ വെച്ച് അവരുടെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിക്കുകയും അവിടെ ഒരു വീടുണ്ടായിരുന്നു, ഒരു തോട്ടമുണ്ടായിരുന്നു. ചില വസ്തുതകൾ കൂടി ഈ സംഭവത്തിൽ നിന്ന്, ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഹദീസ്, ഒരു റിപ്പോർട്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത്, മുസ്ലിം ലോകം മനസ്സിലാക്കുന്നത്. ഒരു ഹദീസിൽ വന്ന റിപ്പോർട്ടിൽ സംക്ഷിപ്തമായി പറഞ്ഞ കാര്യങ്ങൾ മറ്റൊരു റിപ്പോർട്ടിൽ വിശദമായി പറഞ്ഞേക്കാം. ഒരു റിപ്പോർട്ടിൽ പൊതുവായി പറഞ്ഞ കാര്യങ്ങൾ മറ്റൊരു റിപ്പോർട്ടിൽ പ്രത്യേകമായി പറഞ്ഞേക്കാം.
അങ്ങനെ തുടങ്ങി ഒരു സംഭവത്തിൻ്റെ വിവിധ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോഴാണ്, അതുമായി ബന്ധപ്പെട്ട് വന്ന വിവിധ ഹദീസുകൾ പരിശോധിക്കുമ്പോഴാണ് ആ സംഭവത്തിൻ്റെ ഒരു പൂർണ്ണ ചിത്രം നമുക്ക് ലഭിക്കുക. ഇമാം ബുഖാരി തന്നെ ഈ സംഭവത്തിൻ്റെ വളരെ വിശദമായ ചരിത്രം വേറെ സ്ഥലങ്ങളിലും ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂ ഉസൈദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ വളരെ വിശദമായി ഈ സംഭവം ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെയും കൊണ്ട് ഒരു തോട്ടത്തിൻ്റെ അടുത്തേക്ക് പോയി. ഷൗത്ത് എന്ന് പേരുള്ള ഒരു തോട്ടം. അവിടെ എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾ അവിടെ ഇരിക്കാൻ പറയുകയും പ്രവാചകൻ മാത്രം ആ തോട്ടത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ജൗൻ ഗോത്രക്കാരിയായ ഈയൊരു സ്ത്രീയുടെ പേര് ഉമൈമ ബിന്തു നുഅ്മാൻ എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഉമൈമ ബിന്ത് ഷറാഹീൽ. ഉമൈമ എന്നത് അവരുടെ പേരായിരുന്നു. നുഅ്മാൻ എന്നവരുടെ ഉപ്പയുടെ പേര്, ഷറാഹീൽ എന്നത് അവരുടെ വല്ലിപ്പയുടെ പേര്. ആ നിലക്ക് രണ്ട് രൂപത്തിലും പേര് ചരിത്രത്തിൽ പരാമർശിക്കപ്പെടാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹം കഴിച്ചിരുന്നു. വളരെ വ്യക്തമായി തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹം ചെയ്യുകയും അതിനുശേഷം ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ അവരെ കാണാൻ വേണ്ടിയാണ് ഈ യാത്ര പോവുകയും ചെയ്തത് എന്നത്. ഇമാം ബുഖാരി അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ആ അധ്യായം തന്നെ, അധ്യായത്തിൻ്റെ പേര് തന്നെ ഒന്നാമത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ ഭാര്യയെ തൊലാക്ക് ചൊല്ലാമോ എന്നുള്ള ഒരു അധ്യായത്തിന്മേലാണ്. വിവാഹത്തിന് ശേഷമുള്ള അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം വിശദീകരിക്കുന്ന അധ്യായങ്ങളിലാണ് ഈ ഹദീസ് കൊണ്ടുവന്ന ഹദീസ് പണ്ഡിതന്മാരൊക്കെയും ഈ ഹദീസ് കൊടുത്തതും. അപ്പോൾ സ്വന്തം ഭാര്യയുടെ അടുത്തേക്കായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പോയത്. അന്ന് അവരോടൊപ്പം അവരുടെ ഒരു പരിചാരിക കൂടി ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് അടുത്തു ചെന്നു. ആദ്യമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുന്ന അവരുടെ ഒരു ആശങ്കയും ഒരു മനസമാധാനം ഒക്കെ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഹബി നഫ്സക്കലി, എനിക്ക് നിന്നെ സമർപ്പിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വന്തം ഭാര്യയോടാണ് പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീ ഉമൈമ എന്ന സ്ത്രീ പറഞ്ഞു, വഹൽ തഹബുൽ മലിക്കത്തു നഫ്സഹ ലിസ്സവഖ, ഒരു രാജകുമാരി, ഒരു രാജ്ഞി വളരെ താഴ്ന്ന സമൂഹത്തിൽ അധസ്ഥിതനായ ഒരാൾക്ക് സ്വയം സമർപ്പിക്കുകയോ എന്ന് അവർ ചോദിച്ചു. അവരുടെ മനസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള പ്രവാചകൻ്റെ ഒരു സ്ഥാനവും പ്രവാചകന് ലഭിച്ച ആദരവും ഒന്നും അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. അതിനുള്ള കാരണം അവരുടെ പിതാവ് നുഅ്മാൻ വളരെ കുറച്ച് മുമ്പാണ് ഇസ്ലാം സ്വീകരിച്ചത്. നുഅ്മാൻ എന്ന അവരുടെ പിതാവ് ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന്, അല്ലയോ പ്രവാചകരെ, അറബികളിൽ വെച്ച് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഒരു വിധവയെ ഞാൻ നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ചു തരട്ടെ എന്ന് ചോദിക്കുകയും, സ്വന്തം മകളെക്കുറിച്ചാണ്, ഒരു വിധവയായിട്ട് മുൻപൊരു തവണ വിവാഹം കഴിഞ്ഞതാണ്. അങ്ങനെ ആ പിതാവിൻ്റെ ആവശ്യം ഇങ്ങോട്ടുള്ളൊരു വിവാഹാലോചന കൂടി കൊണ്ടാണ് പിന്നീട് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നടന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവാഹം നടത്തുകയും ചെയ്തത്. എന്നിട്ട് പക്ഷേ ഉമൈമ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് പ്രവാചകൻ്റെ ഒരു പദവിയും എത്രത്തോളം വലിയ ഒരു സൗഭാഗ്യമാണ് തനിക്ക് ലഭിച്ചത് എന്നത് ആ സന്ദർഭത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവരിങ്ങനെ ഒരു പരുഷമായ ഒരു വാക്കാണ് സൂചിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി അവരെ തോളിലൊന്ന് കൈവയ്ക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവർ അത് തടയുകയും നേരത്തെ പറഞ്ഞതുപോലെ അഊദു ബില്ലാഹി മിൻക്, അള്ളാഹുവിനോട് നിങ്ങളിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. റസൂൽ അവരെ ജീവിതത്തിൽ ഒരു തവണ പോലും തൊട്ടിട്ടുമില്ല. അങ്ങനെ അവർ പറഞ്ഞതോടുകൂടി നേരത്തെ പറഞ്ഞതുപോലുള്ള വാചകങ്ങൾ തിരിച്ചു പറയുകയും ഇൽഹഖി ബി അഹ്ലിക്, പ്രശ്നമൊന്നുമില്ല, തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളൂ എന്ന് പറയുകയും അവരെ വീട്ടിൽ പോകാൻ വേണ്ടി അനുവദിക്കുകയും പിന്നീട് അവിടെ നിന്ന് പുറത്തു വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ അവിടെ ഇരിക്കാൻ വേണ്ടി കൽപ്പിച്ച അബൂ ഉസൈദ് റളിയല്ലാഹു അൻഹുവിനോട് വളരെ നല്ല നിലവാരമുള്ള മേത്തരം നിലവാരമായി എണ്ണപ്പെടുന്ന 2 വസ്ത്രങ്ങൾ, റാസിഖിയത്ത് എന്ന് പറയുന്ന 2 വസ്ത്രങ്ങൾ അവർക്കൊരു ഹദിയയായി കൊടുത്തയക്കണം എന്ന്, അതുപോലെ തന്നെ അവരെ വീട്ടിലേക്ക് അവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്യണം എന്ന് അബൂ ഉസൈദ് റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. വളരെ വ്യക്തമാണ് ഈ സംഭവങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇങ്ങനെ ചില സ്ത്രീ വിഷയങ്ങളിൽ ഇങ്ങനെ ചില പുഴുക്കുത്തുകൾ കണ്ടെത്താൻ കഴിയുമോ എന്ന് എപ്പോഴും അത് മാത്രം അന്വേഷിച്ച് നടക്കുന്ന, ദുരാരോപണങ്ങൾ നടത്തുന്ന ആളുകൾ ഇത് ഇപ്പോഴും
അവരുടെ എഴുത്തുകളിലൂടെയും സംസാരങ്ങളിലൂടെയും പ്രചരിപ്പിക്കുന്നു എന്നതുകൊണ്ട് ഇതിൻ്റെ ശരിയായ വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. റസൂലുള്ളാഹി നമ്മുടെ ഭാര്യയാണ്. ഒരു ഭാര്യയായിരുന്നിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഒരു വിസമ്മതം പ്രകടിപ്പിച്ചപ്പോൾ അവരെ ഒന്ന് സ്പർശിക്കുക പോലും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇത്രയും പരുഷമായി തിരിച്ചു പറഞ്ഞ സ്വന്തം ഭാര്യയോട്, വിവാഹം കഴിഞ്ഞ ഭാര്യയോട് വളരെ നല്ല രൂപത്തിൽ ഇടപെടുകയും അവരെ തിരിച്ചു കുടുംബത്തിൽ എത്തിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയുമാണ് ചെയ്തത്. അവർ പിന്നീട് ചരിത്രത്തിൽ ഇതിനെപ്പറ്റി, ഈ തനിക്ക് സംഭവിച്ച ഈ അബദ്ധത്തെപ്പറ്റി വിലപിക്കുന്നു എന്നതും ഇസ്ലാമിക ചരിത്രകാരന്മാർ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉമൈമ ബിന്തു നുഅ്മാൻ എന്ന സ്ത്രീ അവർ പിന്നീട് അവരുടെ ജീവിതത്തിൽ എനിക്കന്ന് എന്താണ് സംഭവിച്ചതെന്നറിയില്ല, എനിക്കന്ന് വല്ലാത്തൊരു അമളിയാണ് പറ്റിപ്പോയത്, എനിക്കന്ന് പ്രവാചകൻ്റെ ഒരു സ്ഥാനവും മഹത്വവും അറിയില്ലായിരുന്നു എന്ന് തനിക്ക് അന്ന് സംഭവിച്ച ആ ഒരു കാലഘട്ടത്തിലുണ്ടായ ആ പിഴവിനെക്കുറിച്ച് ഒരു ജാള്യതയോടുകൂടി ഒരു കുറ്റബോധത്തോടെ ഓർക്കുന്നതും പിന്നീട് അവരുടെ ജീവചരിത്രത്തിൽ ഇസ്ലാമിക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ വിശദമായി തന്നെ ബുഖാരിയും അതുപോലെ തന്നെ മറ്റു പല ഹദീസ് പണ്ഡിതന്മാരും വളരെ വ്യക്തമായി തന്നെ കൃത്യമായ തലക്കെട്ടുകളുടെ താഴെ അധ്യായങ്ങളിൽ കീഴ് ഉദ്ധരിച്ച ഒരു ഹദീസാണത്. അതിലൊരു സംശയവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ട കാര്യമില്ല എന്ന് ചുരുക്കം. അതുപോലെ തന്നെ ഹിജറ 8-ാം വർഷം അവസാന മാസം ദുൽഖഅദയാണ് നടക്കുന്നത്. ദുൽഖഅദയിൽ തന്നെ ഉണ്ടായ മറ്റൊരു സംഭവമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മകൻ ജനിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളൊക്കെയും ഇതിനു മുൻപ് പെൺമക്കളെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. മുതിർന്ന പെൺമക്കളുണ്ടായിരുന്നു, അവർ പലരും മരണപ്പെടുക പോലും ചെയ്തിട്ടുണ്ട്, റുഖിയ്യ റളിയല്ലാഹു അൻഹയെ പോലെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഒരു അവസാന കാലഘട്ടങ്ങളിലുണ്ടായൊരു മകനായിരുന്നു ഇബ്രാഹിം. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈജിപ്തിലെ രാജാവായിരുന്ന മുഖൗഖിസ് രാജാവ് ഹദിയായി കൊടുത്തയച്ച 2 അടിമ സ്ത്രീകൾ, മാരിയ എന്നും അതുപോലെ തന്നെ സീരീൻ എന്നു പേരുമുള്ള 2 സഹോദരികളായ അടിമ സ്ത്രീകൾ. അതിൽ മാരിയ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ ആ ഒരു ബന്ധത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിബ്തി വംശജയായ മാരിയ റളിയല്ലാഹു അൻഹയിലാണ് ഇബ്രാഹിം എന്ന മകൻ ഉണ്ടാകുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം രാവിലെ സ്വഹാബിമാരോട് പറഞ്ഞ ഹദീസിൽ കാണാൻ കഴിയും, ഉലിദലി അല്ലൈലത്ത ഗുലാമുൻ, ഇന്നലെ രാത്രി എനിക്കൊരു മകൻ ഉണ്ടായി, മകൻ ജനിച്ചു. ഫസമ്മൈതുഹു ബിസ്മി അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ ഉപ്പയായ ഇബ്രാഹീമിൻ്റെ പേരാണ് ഞാൻ ആ കുട്ടിക്ക് ഇട്ടിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്തു. മാരിയ റളിയല്ലാഹു അൻഹയ്ക്ക് അവർക്ക് മുലപ്പാൽ തീരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം എന്ന റസൂലിൻ്റെ മകനെ മുലയൂട്ടാൻ വേണ്ടി ആളെ അന്വേഷിച്ചപ്പോൾ അൻസാരികളായ സ്ത്രീകൾ അതിനുവേണ്ടി മത്സരിച്ചിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അവസാനം ഉമ്മു സീഫ് എന്ന് പറയുന്ന ഒരു സ്വഹാബി വനിതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മകന് മുലയൂട്ടാനുള്ള ചുമതല ഏൽക്കുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന കാണാൻ കഴിയും. ഈ ഉമ്മു സൈഫ് അതുപോലെ തന്നെ അവരുടെ ഭർത്താവായിരുന്ന അബൂ സൈഫ്, ഈ അബൂ സൈഫ് എന്ന മനുഷ്യൻ ഇരുമ്പ് പണിക്കാരനായിരുന്നു. അയാളുടെ വീട്ടിൽ ഇരുമ്പും അത് ആലയും ഇരുമ്പടിച്ച് പരത്തുന്ന ഉപകരണങ്ങളും എപ്പോഴും ആലയും കാരണം പുകയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വീടായിരുന്നു അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടയ്ക്ക് ഇബ്രാഹിമിനെ കാണാൻ വേണ്ടി ആ വീട്ടിലേക്ക് പോകുന്നത് റസൂലിൻ്റെ കൂടെ എപ്പോഴും സന്തത സഹചാരിയായിരുന്ന ഭൃത്യനായിരുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഫഅഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിമിനെ കയ്യിലെടുക്കും. ഫഖബ്ബലഹു, ചുംബിക്കും. വശമ്മഹു, വാസനിക്കും, മുത്തി മണക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ ഒരു മകനോടുള്ള സ്നേഹപ്രകടനങ്ങൾ അത് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. ഈ ഇബ്രാഹിം പിന്നീട് ഒരു മുതിർന്ന പ്രായമാകുന്ന വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പിഞ്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മരണപ്പെടുകയും ചെയ്തു. ആ സന്ദർഭവും വളരെ വിശദമായി സ്വഹാബിമാർ ഉദ്ധരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഇബ്രാഹിം എന്ന മകൻ്റെ ശ്വാസം നിലക്കുന്ന ആ ഒരു മരണ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തൻ്റെ മകൻ്റെ ആ മരണപ്പെട്ട ശരീരത്തിന് അടുത്തേക്ക് വരുമ്പോൾ പ്രവാചകൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അത് കണ്ടു നിന്ന് അദ്ദേഹം വഅൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ നിങ്ങൾ കരയുകയോ എന്ന് ചോദിച്ചപ്പോൾ യബ്ന ഔഫ് ഇന്നഹ റഹ്മ, അത് ഒരു മനുഷ്യനുള്ള അള്ളാഹു ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ച കാരുണ്യമാണ്, ഒരു പ്രവാചകനാണ് എന്ന് കരുതി സ്വന്തം മകൻ മരണപ്പെടുമ്പോൾ
പ്രവാചകനും വിഷമമുണ്ടാകും, മക്കളോടുള്ള കാരുണ്യമുണ്ടാകും. അതൊന്നും ഒരിക്കലും ഒരു പ്രവാചകത്വത്തിന് നിരക്കാത്തൊരു സംഗതിയോ അല്ലെങ്കിൽ ഒരു വലിയൊരാൾക്ക് നിരക്കാത്തൊരു സംഗതിയോ, ഒരു പ്രവാചകനായി എന്നതുകൊണ്ട് ഇങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വഴിക എന്നതൊരു യോജിക്കാത്ത സംഗതിയോ അല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇന്നൽ ഐന തദ്മ, കണ്ണുകൾ അത് കരയുക തന്നെ ചെയ്യും. വൽ ഖൽബു യഹ്സുൻ, ഹൃദയത്തിന് വിഷമമുണ്ടാകും. മനുഷ്യനായി കഴിഞ്ഞാൽ ഉള്ളിൽ മനസ്സിന് വിഷമമുണ്ടാകും, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന എന്നാണ് റസൂലുള്ളാഹി പ്രതികരിച്ചത്. വലാ നഖൂൽ ഇല്ലാ മാ യുർദി റബ്ബന, മനുഷ്യന് അവൻ്റെ സ്വാഭാവികമായ അവൻ്റെ വികാരങ്ങളനുസരിച്ച് സന്തോഷവും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ എത്ര മനസ്സിന് വേദന ഉണ്ടായിരുന്നാലും എത്ര നമ്മൾ കരഞ്ഞാലും വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന, ഇതാണെപ്പോഴും പലപ്പോഴും നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് കഴിയാത്തത്. എന്തു വന്നാലും നമ്മളെ റബ്ബിന് തൃപ്തി ഉള്ളതല്ലാതെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന വാക്കുകളല്ലാതെ നമ്മൾ പറയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പലപ്പോഴും ശരിയായി ഇസ്ലാമിക മൂല്യങ്ങൾ മനസ്സിലാക്കാത്ത, പഠിക്കാത്ത, ഈമാൻ അത്രത്തോളം എത്തിച്ചേരാത്ത, അല്ലെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചും ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ട തവക്കുലിനെക്കുറിച്ചും ആ ഒരു ആത്മധൈര്യത്തെക്കുറിച്ചും ഒന്നും ശരിയായ അറിവ് ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പലതും പറയും നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്നതും കാലത്തെ പഴിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അലമുറയിട്ട് കരയുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച രൂപത്തിലുള്ള, പ്രത്യേകിച്ച് മരണശേഷമുള്ള സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും കാണിക്കുന്നതും ജാഹിലിയ കാല സമ്പ്രദായങ്ങൾ പിന്തുടരുന്നതുമൊക്കെ നമുക്കിന്നും സമൂഹത്തിലുള്ളത് കാണാൻ കഴിയും. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മകൻ, അതുപോലെ തന്നെ ഏറ്റവും അടുപ്പമുള്ള ബന്ധുക്കൾ, അവരൊരു മരണമുണ്ടായിക്കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നതും മനസ്സിന് വിഷമമുണ്ടാകുന്നതും ഒരു തെറ്റായ കാര്യമല്ല. ഇസ്ലാം വിരോധിച്ച മരണത്തിന് ശേഷമുള്ള ഒരു വിലാപം അറിയിക്കുന്ന ഒരു കരച്ചിലുണ്ട്. ജാഹിലിയ കാല ആളുകൾ പൈസ കൊടുത്ത് കരയാൻ വേണ്ടി സ്ത്രീകളെ നിയോഗിച്ചിരുന്നത് പോലെയുള്ള കരച്ചിൽ, അലമുറയിട്ടും അട്ടഹസിച്ചും എല്ലാവിധ ചീത്ത വാക്കുകൾ വിളിച്ചു പറഞ്ഞും അങ്ങനെയുള്ള കരച്ചിൽ, അത് നിയാഹത്ത് എന്ന പേരിൽ ഇസ്ലാം പ്രത്യേകം പറയുകയും അത് വിലക്കപ്പെട്ടതാണെന്ന് പ്രത്യേകം സ്വഹാബിമാരെ റസൂലുള്ളാഹി പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇതുപോലുള്ള കരച്ചിൽ, ഒരു മനുഷ്യൻ്റെ ഉണ്ടാകുന്ന വിഷമം, അതൊന്നും ഒരിക്കലും ഒരു ഇസ്ലാമിക വിരുദ്ധമായ സംഗതികളോ അല്ലെങ്കിൽ ഒരു പ്രവാചകന് യോജിക്കാത്ത സംഗതിയോ അല്ല എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. വഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ, അല്ലയോ ഇബ്രാഹിം, നിൻ്റെ വേർപാടിൽ നമ്മളൊക്കെയും വിഷണ്ണരാണ്, വിഷമാവസ്ഥയിലാണ് എന്ന് റസൂലുള്ളാഹി പറയുകയും ചെയ്യും. ബുഖാരിയും മുസ്ലിമും ഒക്കെ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. അതുപോലെ തന്നെ ചില റിവായത്തുകളിൽ ഈ സമയത്തുണ്ടായ ഗ്രഹണത്തെക്കുറിച്ച്, ഈ സമയത്ത് ഉണ്ടായ സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ ആളുകൾ അത് പ്രവാചകൻ്റെ മകനായ ഇബ്രാഹിമിൻ്റെ മരണത്തോടനുബന്ധിച്ചാണ് അങ്ങനെ ഉണ്ടായത്, ഒരു ഗ്രഹണമുണ്ടായത് എന്ന് സൂചിപ്പിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയുള്ള എന്തെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ അത്തരം വിശ്വാസങ്ങളെ അടിവേരറുത്ത് സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അതൊരിക്കലും ആരുടെയെങ്കിലും ജനന മരണങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഗ്രഹണം ബാധിക്കുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ഒന്നല്ല എന്നും റസൂലുള്ളാഹി കൃത്യമായി പഠിപ്പിക്കുകയും ഗ്രഹണ നിസ്കാരം നിർവഹിക്കുകയും റബ്ബിനോട് ആ സമയത്ത് പ്രാർത്ഥിക്കണമെന്നും ഗ്രഹണ നിസ്കാരവും അതുപോലെ തന്നെ അതിൻ്റെ ഖുതുബയും ഒക്കെ പഠിപ്പിക്കുകയുമാണ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകനും മക്കളോടും അതുപോലെ തന്നെ കുടുംബക്കാരോടും ഒക്കെ ഉണ്ടായിരുന്ന ബന്ധം കൂടി ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂലിൻ്റെ മകനുമായുള്ള ചെറിയ ആ പിഞ്ച് മകനുമായുള്ള ബന്ധത്തിൽ നിന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഈ ഹദീസുകളിലൂടെ നമുക്ക് വളരെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും അത്രത്തോളം തിരക്കുകളുണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു തൻ്റെ മകനെ കാണാനും മറ്റൊരു വീട്ടിൽ മുല കൊടുക്കാൻ ഏൽപ്പിച്ച തൻ്റെ മകനെ അങ്ങോട്ട് പോയി ആ മകനെ എടുക്കാനും ലാളിക്കാനും ആ ജീവിതത്തിൽ സമയം കണ്ടെത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തന്നെ അത് പറയും നമുക്ക് കാണാൻ കഴിയും. മാ റഅയ്തു അഹദൻ കാന അർഹമ ബിൽ ഇയാലി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം കുടുംബത്തോട് ഇത്രയധികം പരിഗണനയും കാരുണ്യവും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളെയും എനിക്കറിയില്ല. റസൂലിനേക്കാൾ ഒരാളെയും ഈ സ്വന്തം മക്കളോടും സ്വന്തം കുടുംബത്തോടുമൊക്കെ ഇത്രയും കാരുണ്യം കാണിക്കുന്ന, അവരെ പരിഗണിക്കുന്ന ഒരാളെയും എനിക്കറിയില്ല. എന്നിട്ട് ഈ സംഭവം അദ്ദേഹം പറയുന്ന കാര്യം, കാന ഇബ്രാഹിമു മുസ്തർദിഅൻ ഫി അവാലിൽ മദീന. മദീനയിലെ ഉയർന്ന പ്രദേശം, കുറച്ചധികം നടക്കാനുണ്ട് മദീനയിലെ ഉയർന്ന പ്രദേശത്തേക്ക്. അവിടെയുള്ള പല ആളുകളും
മസ്ജിദുൻ നബവിയിലേക്ക് എല്ലാ കാര്യത്തിനും എല്ലാ ദിവസവും അവർക്ക് വരാൻ പോലും കഴിയില്ല, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മദീനയിലെ ഉയർന്ന പ്രദേശത്തായിരുന്നു ഇബ്രാഹിം എന്ന പ്രവാചകൻ്റെ മകനെ മുലയൂട്ടാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്ന ആ വീട്. ഫക്കാന യൻതലിഖു വനഹ്നു മഅഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇടയ്ക്കെന്ത് ചെയ്യും, അങ്ങോട്ട് പോകും. ഞങ്ങളും അനുസറുല്ലാഹി പറയുന്നത് ഞാനും അതുപോലെ തന്നെ പല സ്വഹാബിമാരും കൂടെ ഉണ്ടാകും. ആ വീട്ടിൽ കയറും. ആ വീട്ടിലപ്പോൾ ആ വീട്ടിലെ അബൂ സൈഫ് എന്ന് പറയുന്ന ആ സ്വഹാബി, അദ്ദേഹത്തിന് ഇരുമ്പ് പണിയായതുകൊണ്ട് തന്നെ അവിടെ ആലയിൽ നിന്നുള്ള ശബ്ദവും അതുപോലെ തന്നെ പുകയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അതിനിടയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അവിടെ അനുവാദം ചോദിച്ച് അവിടെ ചെന്ന് സ്വന്തം മകനെ എടുക്കുകയും ലാളിക്കുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച്, കുടുംബത്തെ പരിഗണിക്കാനും മക്കളെ ലാളിക്കാനും പ്രവാചകൻ മാറ്റിവെച്ച സമയത്തെക്കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് ഇമാം മുസ്ലിം അദ്ദേഹത്തിന് സ്വഹീഹിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഹിജ്റ 8 നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാറുള്ളത്. ഇനിയുള്ളത് ഹിജ്റ 9. ഹിജ്റ 8 എന്ന് പറയുന്ന വർഷം എത്രത്തോളം ഇസ്ലാമിക ചരിത്രത്തിൽ പ്രാധാന്യമുള്ളതാണ് എന്ന് വിശദീകരിക്കേണ്ടതില്ലല്ലോ. കാരണം ഹിജ്റ തുടങ്ങിയ അന്നു മുതൽ ഇസ്ലാമിക ചരിത്രത്തെ ഒന്ന് രണ്ടായി പകുത്താൽ ഹിജ്റയ്ക്ക് മുൻപ്, ഹിജ്റയ്ക്ക് ശേഷം, ഹിജ്റയ്ക്ക് ശേഷം എടുത്തു കഴിഞ്ഞാൽ പിന്നെയും ഒരു ഏറ്റവും വലിയൊരു ഭാഗം വെക്കൽ നടത്തി കഴിഞ്ഞാൽ ഹിജ്റ 8 എന്ന് പറയുന്നതാണ് മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ദീനിൻ്റെ തന്നെ ഒരു നിർണായക ഘട്ടമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹിജ്റ 8 മക്ക കീഴടങ്ങുന്നു. അതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സൂറത്തുൻ നസ്റിൽ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് അല്ലാഹു സൂചിപ്പിച്ച ആ സൂറത്തിലെ ആശയങ്ങൾ അതേപടി പ്രകടമാകുന്ന ഒരു സന്ദർഭം അന്ന് ഹിജ്റ 8, ഹിജ്റ 9 വർഷങ്ങളിലായി കണ്ടു. ഹിജ്റ 9 കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. സനത്തുൽ വുഫൂദ് അല്ലെങ്കിൽ ആമുൽ വുഫൂദ് എന്നാണ് അറിയപ്പെടുന്നത്. വഫ്ദ് എന്ന് പറഞ്ഞാൽ നിവേദക സംഘം, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച് ഒരു പറ്റം ആളുകളെ, ഒരു സംഘം ആളുകളെ നിയോഗിക്കുന്നതിനാണ് വഫ്ദ് എന്ന് പറയുക. ഈ വർഷം ഹിജ്റ 9 എന്നത് ഈ അറേബ്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എണ്ണമറ്റ വഫ്ദുകൾ, നിവേദക സംഘങ്ങൾ മദീനയിലേക്ക് ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരുന്ന ഒരു വർഷമായിരുന്നു ഈ പറഞ്ഞ ഹിജ്റ 9. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്ത് ശേഖരിക്കുന്നതിന് വേണ്ടി അനവധി ആളുകളെ പല നാടുകളിലേക്കും സ്വഹാബിമാരെ അതിനുള്ള ഉദ്യോഗസ്ഥന്മാരായി നിയോഗിച്ച വർഷം കൂടിയായിരുന്നു ഈ പറഞ്ഞ ഹിജ്റ 9. കാരണം അതുവരെയും നമുക്കറിയാവുന്നതുപോലെ മക്ക കീഴടങ്ങുന്നതിന് മുമ്പ് വരെയും ഇസ്ലാം എല്ലാ നാടുകളിലേക്കും അങ്ങനെ പരന്നിട്ടില്ല. മദീനയിലെയും അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ പ്രദേശങ്ങളിൽ മാത്രം ചുരുങ്ങിയാണ് ഇസ്ലാമിൻ്റെ വളർച്ച മുന്നോട്ട് പോകുന്നത്. ഫത്ഹു മക്ക ഉണ്ടായതോടുകൂടി, മക്ക ഫത്തഹായതോടുകൂടി, അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ഹുനൈനും ത്വായിഫും ഒക്കെ വലിയ ഹവാസിൻ ഗോത്രവും സഖീഫ് ഗോത്രവും ഒക്കെ ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി പിന്നെ വളരെ പെട്ടെന്ന് അറേബ്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇസ്ലാം വ്യാപിക്കുകയും എല്ലാ ഗോത്രങ്ങളും അവരൊരു കാത്തിരുന്നു എന്നതുപോലെ തന്നെ അതങ്ങനെ തന്നെ പറയാൻ കഴിയും. കാരണം പല ഗോത്രങ്ങളും അത് പല സ്വഹാബിമാരും പിൽക്കാലത്ത് അനുസ്മരിച്ചിട്ടുണ്ട്. നമ്മുടെ ഗോത്രങ്ങളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു, എന്താണ് സംഭവിക്കുക. ഖുറൈശികൾ എന്ന് പറയുന്ന അവരത്രയും കാലം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന, ഹജ്ജിന് പോയിരുന്ന മക്ക, കാബയെ പരിചരിക്കുന്ന ഖുറൈശികൾ. അപ്പോൾ ഇവർ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ഇവർ സത്യത്തിലല്ല എന്ന് മനസ്സിലാക്കാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും ഇവർക്കുമേൽ വിജയം നേടിക്കഴിഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്താണ് സത്യമുള്ളത് എന്ന് മനസ്സിലാക്കി. ഇത്രയും കാലം എല്ലാ നേർച്ചകളും വഴിപാടുകളും ഒക്കെ നമ്മൾ അർപ്പിച്ചിരുന്ന, ഹജ്ജിന് പോയിരുന്ന, നമ്മളെ തന്നെ ഭരിക്കുന്ന ഖുറൈശികളും അതുപോലെ തന്നെ അതിനു ചുറ്റും കാബയും ഹറമും ഒക്കെ അടങ്ങുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലെത്തി എന്ന് പറഞ്ഞാൽ ഖുറൈശികൾ തന്നെ അതിനെ അംഗീകരിക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാത്തു നിൽക്കേണ്ട കാര്യമില്ല എന്ന് പലരും അങ്ങനെ തന്നെ നോക്കി അത് കാത്തിരുന്നിരുന്നു. എന്താണ് സംഭവിക്കുക, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ പരാജയവും ജയവും ആർക്കാണ് ഉണ്ടാവുക. അപ്പോൾ ഫത്ഹു മക്ക ഉണ്ടായതോടുകൂടി അതിനോടനുബന്ധിച്ച് തന്നെ പ്രധാനപ്പെട്ട സഖീഫും ഹവാസിനും അതുപോലെ തന്നെ പല ഗോത്രങ്ങളും ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി പല ഗോത്രങ്ങളും മൊത്തത്തിൽ അറേബ്യൻ ഉപദ്വീപിലെ എല്ലാ ഗോത്രങ്ങളും എന്ന് നമുക്ക് പറയാം ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഹിജ്റ 9 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് നാടുകളിലേക്ക് സകാത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കേണ്ടി വന്നു. സകാത്ത് പിരിച്ചെടുക്കാനും
അതുപോലെ തന്നെ സക്കാത്ത് അവിടെ പോകണം. സക്കാത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തണം. അവിടെയുള്ള ആളുകൾക്ക് ദീനി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അവരിൽ നിന്ന് സക്കാത്ത് സ്വീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം എങ്ങനെയാണോ അത് സക്കാത്ത് കൃത്യമായി എത്ര ശതമാനമാണ് അവരിൽ നിന്ന് പിരിച്ചെടുക്കേണ്ടത്, ആടുമാടുകളുണ്ട്, കൃഷികളുണ്ട്, അതിൽ നിന്ന് എന്തൊക്കെയാണ് വാങ്ങേണ്ടത്, അതിൽ നിന്ന് ഏത് തരം ആണ് സക്കാത്തായി സ്വീകരിക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ തന്നെ സ്വഹാബിമാരോട് കൽപ്പിക്കുന്നതാണ്. ഈ ഉദ്യോഗസ്ഥന്മാരോട് വത്തഖി ഖറാഇമൽ അംവാൽ, ജനങ്ങളിൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കുമ്പോൾ ഏറ്റവും മുന്തിയതിനെ നോക്കി നിങ്ങൾ എടുക്കരുത്. ഇപ്പോൾ ആടുമാടുകൾ ഒട്ടകങ്ങൾ സക്കാത്തുണ്ട് എന്ന് കരുതുക. അപ്പോൾ അതിൽ നിന്ന് സക്കാത്തിൻ്റെ വിഹിതമായി ഇത്ര ഒട്ടകം എന്ന് പറഞ്ഞ് കൃത്യമായി കണക്കാക്കി വെക്കും. അപ്പോൾ ഏറ്റവും മുന്തിയതല്ല നിങ്ങൾ എടുക്കേണ്ടത്, അത് അവർക്ക് തന്നെ കൊടുക്കും. ഒരു ഇടത്തരം എന്നാൽ ഏറ്റവും മോശമായതുമല്ല, ഏറ്റവും മുന്തിയതുമല്ല ഏറ്റവും മോശമായതുമല്ല, ഒരു ഇടത്തരം, രണ്ടിനും ഇടയിലുള്ള ഒരു മുതലാണ് സക്കാത്തായി സക്കാത്തിൻ്റെ മുതലിലേക്ക് വെച്ചു കൂട്ടേണ്ടത് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പല നിർദ്ദേശങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുണ്ട്. ഒരുപാട് സ്വഹാബിമാരെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വർഷം നിയോഗിക്കുകയുണ്ടായി. അസ്ലം ഗോത്രം, അതുപോലെ തന്നെ ഗിഫാർ ഗോത്രം, ഈ ഗോത്രങ്ങളുടെ സക്കാത്ത് പിരിക്കാനും അത് അവിടെ വിതരണം ചെയ്യാനും ഒക്കെ ഏൽപ്പിക്കപ്പെട്ടത് ബുറൈദത്ത് ഇബ്നുൽ ഹുസൈബ് എന്ന് പറയുന്ന സ്വഹാബിയായിരുന്നു. അതുപോലെ തന്നെ മുഹാജിർ ഇബ്നു അബി ഉമയ്യ റളിയല്ലാഹു അൻഹു യമനിലേക്ക് നിയോഗിക്കപ്പെട്ടു. സിയാദ് ഇബ്നു ലബീദ് റളിയല്ലാഹു അൻഹു യമനിലെ തന്നെ ഹദ്റമൗത്തിലേക്ക് നിയോഗിക്കപ്പെട്ടു. വലീദ് ഇബ്നു ഉഖ്ബ റളിയല്ലാഹു അൻഹു അദ്ദേഹം ബനുൽ മുസ്തലഖ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ടു. വലീദ് ഇബ്നു ഉഖ്ബ എന്ന് പറയുന്ന സ്വഹാബി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമരിലേക്ക് ഒട്ടകത്തിൻ്റെ കുടൽമാല അവശിഷ്ടങ്ങൾ എടുത്തെറിഞ്ഞ ഉഖ്ബത്ത് ഇബ്നു അബീ മുഅയ്ത്തിൻ്റെ മകനാണ് വലീദ് ഇബ്നു ഉഖ്ബ. അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു, സ്വഹാബിയായി. ആ മനുഷ്യൻ്റെ മകൻ വലീദ്, അദ്ദേഹം ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥനായി ബനുൽ മുസ്തലഖ് ഗോത്രത്തിലേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. മാലിക് ഇബ്നു നുവൈറ അദ്ദേഹം ബനു ഹൻദല ഗോത്രത്തിലേക്ക്, അങ്ങനെ തുടങ്ങി പല അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ബനു ഫസാറ ഗോത്രത്തിലേക്ക്. അബൂ ജഹലിൻ്റെ മകൻ ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇന്ന് സ്വഹാബിയാണ്. അദ്ദേഹമാണ് നേരത്തെ പറഞ്ഞ ഹവാസിൻ ഗോത്രത്തിലെ സക്കാത്ത് പിരിച്ചെടുക്കാനും അത് വിതരണം ചെയ്യാനുമായി നിയോഗിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്യോഗസ്ഥൻ. ബുസ്ർ ഇബ്നു സുഫിയാൻ റളിയല്ലാഹു അൻഹു ബനു കഅബ് ഗോത്രത്തിലേക്ക്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജ്റാനിലേക്ക്, അങ്ങനെ തുടങ്ങി പല സ്വഹാബിമാരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഇസ്ലാമിലെ സക്കാത്തിന് അർഹരായ ആളുകളിൽ ഒരു വിഭാഗം സക്കാത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്. സക്കാത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ, അത് പിരിച്ചെടുക്കാനും അത് വീതം വയ്ക്കാനും അത് സംരക്ഷിക്കാനും ഒക്കെ ഏൽപ്പിക്കപ്പെട്ട ആളുകൾക്ക് സക്കാത്തിൻ്റെ മുതലിൽ നിന്ന് അവർക്കുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും മറ്റും ആവശ്യമായത് നൽകാം എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഹിജറ 9 ഈ പറഞ്ഞ സംഭവങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മറ്റൊന്നുണ്ടായ ഒരു സംഭവം, പ്രവാചകൻ്റെ ജീവിതകാലത്തിന് മുമ്പേ തന്നെ വലിയ ധർമ്മിഷ്ഠനായി അറിയപ്പെട്ടിരുന്ന, അറബികൾക്കിടയിൽ അറിയപ്പെട്ടിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഹാത്തിമുത്ത് തായി എന്നറിയപ്പെട്ട മനുഷ്യൻ. അറബികൾ ഇന്ന് പോലും അറബി പഴഞ്ചൊല്ലുകളിൽ ഹാത്തിമുത്ത് തായിയെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. ഹാത്തിമിനെ പോലെ ഉദാരൻ, അത്രമാത്രം ജനങ്ങൾക്ക് ഉദാരമായി കൈ അയച്ച് സഹായിച്ചിരുന്ന, സ്വന്തം വീട്ടിൽ ഒന്നുമില്ലെങ്കിൽ പോലും അതിഥികളെ സൽക്കരിച്ചിരുന്ന ഒരുപാട് കഥകൾ ഹാത്തിമിലേക്ക് ചേർക്കപ്പെട്ടും അല്ലാതെയുമൊക്കെ ത്വയ്യ് ഗോത്രക്കാരനായ ഹാത്തിമുത്ത് തായിയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫുലുസ് എന്ന് പറയുന്ന ഒരു വിഗ്രഹത്തെ തകർക്കാൻ വേണ്ടി ഈ ഹിജറ 9 തന്നെ മറ്റൊരു സമയത്ത് നിയോഗിച്ചിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ വിഗ്രഹവും അതുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിരുന്ന ആ അന്ധവിശ്വാസം, ആ ഒരു കേന്ദ്രം, ആ ഒരു വിഗ്രഹവും അതുമായി ജീവിച്ചിരുന്ന ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു, അത് മൊത്തം നശിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 150ഓളം വരുന്ന ആളുകളെയും ഒക്കെ കീഴിൽ നിയോഗിച്ചു കൊടുത്തുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ട് നിയോഗിക്കുകയുണ്ടായി. ഈ ത്വയ്യ് ഗോത്രത്തിലെ ആളുകൾ അവർ ജീവിച്ചിരുന്ന പ്രദേശത്താണ്, അവരുടെ ഒരു ആരാധനാ കേന്ദ്രമാണ് ആ ഒരു സ്ഥലം. അവിടെ എത്തുകയും അവരുമായി യുദ്ധമുണ്ടാവുകയും അവസാനം ഈ ഹാത്തിമുത്ത് തായി എന്ന് പറയുന്ന അദ്ദേഹം പണ്ടേ മരിച്ചുപോയി, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് മുമ്പേ തന്നെ മരിച്ചുപോയാലാണ് ഹാത്തിം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളായ സഫാന എന്ന് പറയുന്ന സ്ത്രീ, അവർ ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ കയ്യിലകപ്പെട്ടു, മുസ്ലിങ്ങളാൽ പിടിക്കപ്പെട്ടു. അദി ഇബ്നു ഹാത്തിം എന്ന
അദ്ദേഹം ഷാമിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അലി റളിയല്ലാഹു അൻഹു തിരിച്ച് ഈ യുദ്ധത്തിൽ തടവിലാക്കപ്പെട്ട ആളുകളെയും മറ്റും കൊണ്ട് മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ പറഞ്ഞ ഹാത്തിമിൻ്റെ മകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കാണുകയും അവരോട് പ്രവാചകന് ഒരു ദയ തോന്നുകയും അവരെ വെറുതെ വിടുകയും ചെയ്തു. അത് പിന്നീട് അവരുടെ സഹോദരൻ്റെയും അതുവഴി ആ ഗോത്രത്തിലെ പല ആളുകളുടെയും ഇസ്ലാം സ്വീകരണത്തിന് വരെ കാരണമായി എന്നും കാണാൻ കഴിയും. അദി റളിയല്ലാഹു അൻഹു തന്നെ അദ്ദേഹം പിന്നീട് മുസ്ലിമായി. അദ്ദേഹത്തിൻ്റെ ആ ഇസ്ലാം സ്വീകരണ കഥ അദ്ദേഹം ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു പ്രവാചകനായി രംഗത്ത് വന്നു, ഇങ്ങനെ ഒരാളുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അതിനെ വെറുത്ത ഒരാളായിരുന്നു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം ഉദ്ധരിക്കാൻ തുടങ്ങുന്നത്. അദ്ദേഹം പറഞ്ഞു, ഫകരിഹ്തു ഖുറൂജഹു കറാഹത്തൻ ഷദീദ, എനിക്ക് അത്രമാത്രം വെറുപ്പായിരുന്നു ഒരു പ്രവാചകൻ്റെ ഒരു പുറപ്പാടുണ്ടായി എന്നൊക്കെ അറിയുമ്പോൾ. അങ്ങനെ ഞാൻ റോമക്കാരുടെ അടുത്തേക്ക്, അന്നത്തെ ഷാം പ്രദേശങ്ങൾ ബൈസാൻ്റെയും സാമ്രാജ്യം ഭരിക്കുന്ന ഹിറക്കൽ രാജാവ് ഭരിക്കുന്ന ആ നാട്ടിലേക്ക് ഞാൻ പോയി. അവിടെ ചെന്നു, കൈസറിൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. അങ്ങനെ പല നാടുകളിലേക്ക് ഞാൻ പോയി. അതുപോലെ അവിടെ ചെന്നപ്പോൾ അവരുടെ രീതികളും അതുപോലെ തന്നെ ആ രാജാവിൻ്റെയും മറ്റു കാര്യങ്ങളുമൊക്കെ ഇതിനേക്കാൾ കൂടുതൽ വെറുപ്പാണ് എനിക്ക് അവരോട് തോന്നിയത്. പ്രവാചകരെ വെറുപ്പായി പോയ അദ്ദേഹം അവിടെ ചെന്ന് അവരുടെ മതവും അതുപോലെ തന്നെ അവരുടെ സംസ്കാരവും അവരുടെ രാജാവിനെ കൊണ്ടപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വെറുപ്പുകൾ അവരോട് തോന്നുകയാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം തന്നെ സ്വയം ചിന്തിച്ചു, വല്ലാഹി ലൗല അതൈതു ഹാദർ റജുൽ, ഞാൻ എന്തുകൊണ്ട് പ്രവാചകൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നില്ല? അള്ളാഹു ആണ്, എനിക്കെന്താണ് പ്രശ്നം? ഫൈൻകാന കാദിബൻ ലം യദുറുനി, ഇനി ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളൊരു വ്യാജനാണെങ്കിൽ പിന്നെ എന്നെ ഉപദ്രവിക്കാനോ എനിക്കെന്തെങ്കിലും പ്രശ്നം വരുത്താനോ കഴിയില്ലല്ലോ. വൈൻകാന സാദിഖൻ അലിം, ഇനി സത്യസന്ധനാണെങ്കിൽ എനിക്ക് ശരിയായ സത്യം മനസ്സിലാക്കുകയും ചെയ്യാം. അങ്ങനെ അദീ ഇബ്നു ഹാത്തിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. അദീ ഇബ്നു ഹാത്തിം അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ കാരണം കൂടെ തന്നെ പ്രസിദ്ധനാണ്. ഹാത്തിം എല്ലാ അറബികൾക്കും അറിയുന്ന, ഇന്ന് പോലും അറബി കവിതകളിലും അറബി പഴഞ്ചൊല്ലുകളിലും പോലും ഹാത്തിമിൻ്റെ ഉദാരതയെക്കുറിച്ചുമുള്ള എത്രയോ പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഹാത്തിമിനെ പോലെ ഉദാരൻ. അപ്പോൾ അദീ ഇബ്നു ഹാത്തിം ഇങ്ങനെ വന്നപ്പോൾ സ്വഹാബിമാരൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഒരു പ്രമുഖനായ ഒരാൾ വന്നാൽ, പ്രതീക്ഷിക്കാത്ത ഒരാൾ വന്നാൽ ആളുകൾ ഇങ്ങനെ പേര് വിളിച്ച് പറയുന്നത് പോലെ അദീ ഇബ്നു ഹാത്തിം, അതാ ഹാത്തിമിൻ്റെ മകൻ അദീ വന്നു എന്നിങ്ങനെ അദ്ദേഹം ഇങ്ങനെ മദീനയിലേക്ക് നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദീനെ കണ്ടപ്പോൾ പറഞ്ഞു, യാ അദീ ഇബ്നു ഹാത്തിം, അല്ലയോ അദീ ഇബ്നു ഹാത്തിം, അസ്ലിം തസ്ലം, നിനക്ക് ഇസ്ലാം സ്വീകരിച്ചുകൂടെ? തസ്ലം, നിനക്ക് രക്ഷപ്പെടാം. 3 പ്രാവശ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ആവർത്തിച്ചു. അപ്പോൾ അദീ ഇബ്നു ഹാത്തിം പറഞ്ഞു, ഇന്നി അലാ ദീൻ, ഞാൻ ഇപ്പം നിലവിലൊരു മതത്തിലാണ്, ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന അഅലമു ബിദീനിക മിൻക, നിനക്ക് നീ ഇപ്പോൾ ഉള്ള മതത്തെക്കുറിച്ച് നിനക്ക് എത്ര അറിവുണ്ടോ അതിനേക്കാൾ കൂടുതൽ എനിക്ക് നിൻ്റെ മതത്തെക്കുറിച്ച് അറിവുണ്ട്. അപ്പോൾ ഹാത്തിം പറഞ്ഞു, അന്ത അഅലമു ബിദീനി, ഞാനിപ്പോൾ ഉള്ള ദീനിനേക്കാൾ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എൻ്റെ ദീനിനെക്കുറിച്ച് അറിയാമെന്നാണോ നിങ്ങൾ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, എനിക്കറിയാം. അലസ്ത മിന റുക്കൂസിയ, റുക്കൂസികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു തരം മതം അന്നുണ്ടായിരുന്ന മതമായിരുന്നു. ആ ഒരു മതവിഭാഗത്തിൽപ്പെട്ട അങ്ങനെയുള്ള വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളല്ലേ, ആ ആൾക്കാരിൽപ്പെട്ട ആളല്ലേ നീ? വഅൻത തഅകുലു മിൻ റിബാഅ ഖൗമിക്, ഒരു ഗോത്രത്തിൽ അവരുടെ മതപ്രകാരം അവരുടെ വിശ്വാസപ്രകാരം ആ ഗോത്രത്തിലെ ആളുകൾ ഒരു നിശ്ചിത വിഹിതം അവരുടെ യുദ്ധ മുതലുകളിൽ നിന്ന് അവരുടെ ഗോത്ര നേതാവിന് കൊടുക്കണം. അത് അവരുടെ മതത്തിൽ തന്നെ അത് പാടില്ല. പക്ഷേ ഇന്ന് ഈ പറഞ്ഞ ഈ ഗോത്രത്തിലെ ആളുകൾ, അദീ ഇബ്നു ഹാത്തിമിൻ്റെ അടക്കമുള്ള ഗോത്രത്തിലുള്ള ആളുകൾ അത് അന്യായമായി അവരുടെ മതത്തിനുള്ള ആ ഒരു നിയമത്തിന് വിരുദ്ധമായി അങ്ങനെയുള്ള അവരുടെ നേതാക്കന്മാർ, അദീ ഇബ്നു ഹാത്തിമും അതുപോലെ അയാളുടെ ഉപ്പയും ഒക്കെ നേതാക്കളായിരുന്നു, അവരടക്കം ജനങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു ഗനീമത്ത് സ്വത്തുക്കളിൽ നിന്ന് അങ്ങനെ ഒന്ന് വാങ്ങുന്നുണ്ട്. അപ്പോൾ അദീ ഇബ്നു ഹാത്തിം, ബല, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഫൈൻ ഹാദാ ലാ യഹില്ലു ലക ഫീ ദീനിക്, നിൻ്റെ മതത്തിൽ ഇത് ഹലാലല്ല എന്ന്, ഇത് അനുവദനീയമല്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അപ്പോൾ അദീ ഇബ്നു ഹാത്തിം പറഞ്ഞു, അതെ. ഫതവാദഅതു ലഹ, അപ്പോൾ അദീ ഇബ്നു ഹാത്തിമിന് മനസ്സിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
അങ്ങനെ വെറുതെ ഒരു വ്യാജനാണെങ്കിൽ, അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഒരു അറിവുമില്ലാതെ, അല്ലെങ്കിൽ ഒരു ഭ്രാന്ത് കൊണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങൾ കൊണ്ട് ഒരു ദീൻ പ്രബോധനം ചെയ്യാൻ ഇറങ്ങുന്ന ആളുകളാണ് എങ്കിൽ ഇത്തരത്തിൽ വളരെ വിശദമായി മറ്റുള്ള ആളുകളെക്കുറിച്ച്, മറ്റുള്ള വിശ്വാസങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ നമ്മൾ അന്യായമായി വാങ്ങുന്ന ഇത്തരം നടപടികളെക്കുറിച്ച് അറിയാൻ കഴിയില്ല. അപ്പോൾ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നെ പറയണം, ഫതവാദഅതു ലഹ, അത് കേട്ടതോടുകൂടി എൻ്റെ എല്ലാ ധൈര്യവും ചോർന്നു പോയി. എല്ലാം ഞാൻ അതിനു മുമ്പിൽ, പ്രവാചകൻ്റെ മുമ്പിൽ ഞാൻ സ്വയം കീഴ്പ്പെട്ടു പോയി. അങ്ങനെ പക്ഷേ എന്നിട്ടും അദ്ദേഹം ഇസ്ലാം പ്രഖ്യാപിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു, അമാ ഇന്നി അഅലമു മല്ലദീ യംനഉക മിനൽ ഇസ്ലാം, ഇപ്പോഴും നിന്നെ ഇസ്ലാമിൽ നിന്ന് തടയുന്നത് എന്താണ് എന്നെനിക്കറിയാം അദീ. അപ്പോൾ അദീ ഇബ്നു ഹാത്തിം എന്ന ആ അന്നത്തെ മനുഷ്യൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഇസ്ലാമിലുള്ള ആളുകൾ, വളരെ വലിയ സമ്പത്തുള്ള ഉദാരമതിയായിരുന്ന ഹാത്തിമിൻ്റെ മകൻ അദീ, ഇതുപോലുള്ള ഗോത്രത്തിൽ നിന്ന് ഒരു നേതൃ സ്ഥാനത്ത് നിന്ന് വരുന്ന അദീ ഇബ്നു ഹാത്തിം, അദ്ദേഹം ചിന്തിച്ചത്, പ്രവാചകൻ്റെ കൂടെയുള്ള ആളുകളൊക്കെയും ദുർബലരാണല്ലോ, സമൂഹത്തിലെ താഴെക്കിടയിൽ ജീവിക്കുന്ന ആളുകളാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളത്. അങ്ങനെ ഒരു ചിന്തയായിരുന്നു അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ കൂടേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഒരു ഉന്നത ശ്രേണിയിൽപ്പെട്ട ആളുകളോട് ഇടപെട്ട് ജീവിച്ചിരുന്ന ഒരാൾ, ഇങ്ങനെ ഈ മദീനയിലെ അൻസാരികളായ ആളുകൾ, അതുപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയും, അങ്ങനെ ഹബശയിൽ നിന്നുള്ള എത്രയോ അടിമകളായ ആളുകൾ, ഇസ്ലാമിൻ്റെ ആദ്യകാലത്തെ ആളുകളൊക്കെയും അധിക ആളുകളും ദുർബലരായിരുന്നല്ലോ. അബൂ സുഫിയാനോട് ഹിറക്കിൾ രാജാവ് ചോദിക്കുന്നത് പോലെ, സമൂഹത്തിൽ ദുർബലരാണോ, അതുപോലെ തന്നെ വലിയ സമ്പന്നരും പ്രമാണിമാരും അങ്ങനെ വലിയ കയ്യൂക്കുള്ളവരും ഒക്കെയാണോ പ്രവാചകൻ്റെ കൂടെ കൂടുതൽ ഇസ്ലാം സ്വീകരിക്കുക എന്ന് ചോദിച്ചപ്പോൾ, സമൂഹത്തിലെ ദുർബലരാണ് എന്ന് അബൂ സുഫിയാൻ പോലും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മുസ്ലിങ്ങൾ കണ്ടപ്പോൾ അദീ ഇബ്നു ഹാത്തിമിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു, ഇന്നമത്തബിഅഹു ദഅഫത്തുന്നാസ്, ദുർബലരായ ആളുകൾ ആണ് ഈ ദീനിനെ പിൻപറ്റുന്നത്. വമൻ ലാ ഖുവത ലഹു, ശക്തിയും കാര്യപ്രാപ്തിയും ഒന്നുമില്ലാത്ത ആളുകളാണ് എന്നാണ് അതിൻ്റെ ധാരണ. വഖദ് റമത്തുഹുമുൽ അറബ്, അറബികൾക്ക് വേണമെങ്കിൽ എപ്പോഴും ആക്രമിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അറബികളൊക്കെ ഒന്ന് വിചാരിച്ചാൽ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ എന്നൊക്കെയല്ലേ നിൻ്റെ മനസ്സിലുള്ള ഇപ്പോഴുള്ള ധാരണ. അപ്പോൾ അദീ ഇബ്നു ഹാത്തിം എന്ന മനുഷ്യൻ്റെ ആ മനസ്സിലുള്ള ധാരണ റസൂൽ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പറഞ്ഞു. പ്രവാചകൻ്റെ പ്രവാചകത്വത്തിനുള്ള ഒരു തെളിവ് കൂടിയാണ് റസൂൽ ഇനി പറഞ്ഞ 2-3 കാര്യങ്ങൾ. റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു, അതാരിഫുൽ ഹീറ, ഹീറ പട്ടണം നിനക്കറിയുമോ? ഇറാഖിലെ പല രാജാക്കന്മാരും തലസ്ഥാനമായിരുന്ന പട്ടണം കൂടിയാണ് ഹീറ പട്ടണം. ഹീറ പട്ടണം നിനക്കറിയുമോ? അപ്പോൾ അദീ ഇബ്നു ഹാത്തിം പറഞ്ഞു, ലം അറഹ, ഞാനത് കണ്ടിട്ടില്ല, പക്ഷേ വഖദ് സമിഅതു ലഹ, ഹീറ പട്ടണം എല്ലാവർക്കും അറിയാം, പ്രസിദ്ധമാണ് ആ പട്ടണം. ഹീറ വലിയ രാജാക്കന്മാർ വന്ന് താമസിക്കുന്ന, പല രാജധാനികളുടെയും തലസ്ഥാനമായിരുന്ന നഗരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫവല്ലദി നഫ്സി ബിയദി, അള്ളാഹുവാണ്, എൻ്റെ ഈ ആത്മാവ് എൻ്റെ നഫ്സാരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംർ, ഈ ദീൻ അള്ളാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഹത്താ തഖ്റുജൽ ലൈനതു മിനൽ ഹീറ ഹത്താ തതൂഫ ബിൽ ബൈതി ഫി ഗൈരി ജിവാരി അഹദിൻ, ഒരാളും അഭയം നൽകാനില്ലാതെ, ഒരാളെയും പേടിക്കാതെ ഹീറ പട്ടണത്തിൽ നിന്ന്, ഇത് വലിയ പട്ടണമായി എണ്ണുന്ന അങ്ങ് അകലെയുള്ള ഹീറ പട്ടണത്തിൽ നിന്ന് ഒരു സ്ത്രീ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ട് കാബയിലേക്ക് തവാഫ് ചെയ്ത് തിരിച്ചു പോകുന്ന ഒരു കാലം വരും. അദീ ഇബ്നു ഹാത്തിം അത്ഭുതത്തോടുകൂടിയാണ് അത് കേട്ടുന്നത്. അന്നത്തെ അറേബ്യൻ സമൂഹത്തിലൊരു സ്ത്രീക്ക് ഹീറ പട്ടണത്തിൽ നിന്ന് മക്കയിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അസംഭവ്യം, ഒരിക്കലും ചെയ്യാൻ കഴിയുന്നത്. വലിയ വലിയ യാത്രാ സംഘങ്ങൾ പോകുമ്പോൾ പോലും കൊള്ളയടിക്കപ്പെടുകയും പലതരത്തിലുള്ള ഭീഷണികളും നേരിടുകയും പല ഗോത്രങ്ങൾ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ നിന്നാണ് റസൂലുള്ളാഹി ഇത് പറയുന്നത്. അറേബ്യയിൽ എത്രമാത്രം പല ഗോത്രങ്ങൾ, ഖിഫാർ ഗോത്രം വഴിയരികിലൂടെ കടന്നു പോകുന്ന ആളുകളെ കൊള്ളയടിച്ച് ജീവിച്ചിരുന്നായിരുന്നു. അബൂദർ ഖിഫാരി റളിയല്ലാഹു അൻഹുവിൻ്റെ അങ്ങനെയുള്ള പല സ്വഹാബിമാരും പിന്നീട് ഉണ്ടായിരുന്ന ഖിഫാർ ഗോത്രം, അങ്ങനെയുള്ള പല ഗോത്രങ്ങളും അറേബ്യയിൽ നിന്ന് ജീവിച്ചിരിപ്പുണ്ട്. അന്നൊരു സ്ത്രീ ഒറ്റയ്ക്ക് ഹീറയിൽ നിന്ന് മക്ക വരെ യാത്ര ചെയ്തു വന്ന് ഒരാളുടെയും അഭയമില്ലാതെ, ഒരാളെയും പേടിക്കാതെ കഅബ തവാഫ് ചെയ്ത് തിരിച്ചു പോകുന്നു വന്നാൽ അദീ ഇബ്നു ഹാത്തിം, ജാഹിലിയ കാലവും അതുപോലെ തന്നെ ഈ കാലത്തും ഒക്കെ അന്നത്തെ കാലത്ത് ജീവിക്കുന്ന അദീ ഇബ്നു ഹാത്തിമിന് അത്ഭുതമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയില്ല. പ്രവാചകൻ പിന്നീടും പറഞ്ഞു, വലയുഫ്തഹന്ന കുനൂസ് കിസ്റ ഇബ്നു ഹുർമുസ്, ഹുർമുസിൻ്റെ മകൻ കിസ്റായുടെ നിധി ശേഖരങ്ങൾ അത് കീഴടക്കപ്പെടും.
അപ്പോൾ അദീ ഇബ്നു ഹാത്തിമിന് വീണ്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, കിസ്റ ഇബ്നു ഹുർമുസിൻ്റെ മകൻ കിസ്റ, പേർഷ്യ ഇന്ന് ഭരിക്കുന്ന അന്നത്തെ ലോകത്തെ 2 വൻ ശക്തികളാണ് പേർഷ്യയും റോമും എന്ന് നമ്മൾ മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട്. അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ വൻ ശക്തികൾ ഒന്നായ കിസ്റ ചക്രവർത്തിയുടെ ഖജനാവുകൾ അത് കീഴടക്കപ്പെടും. ഹുർമുസിൻ്റെ മകൻ കിസ്റ, ആ കിസ്റയെ തന്നെയാണോ നിങ്ങൾ പറയുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, നഅം കിസ്റ ഇബ്നു ഹുർമുസിൻ്റെ മകൻ കിസ്റയുടെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. അദീ ഇബ്നു ഹാത്തിമിന് അതും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പ്രവാചകൻ പിന്നീടും പറഞ്ഞു, വലയുബ്ദലന്നൽ മാലു ഹത്താ ലാ യഖ്ബലഹു അഹദുൻ. ഇന്ന് മുസ്ലിങ്ങളും ദുർബലരായി നീ കാണുന്ന മുസ്ലിങ്ങളുണ്ട്. ഇന്ന് ഈ അറബികളുടെ ഈ ഗതിയും അൻസാരികളുടെയും മുഹാജിറുടെയും ഒക്കെ അവസ്ഥ ഇന്ന് നീ കാണുന്നുണ്ട്. ഈ ഒരു അവസ്ഥ മാറി നാളെ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇവിടെ ഒരു പൈസ അങ്ങോട്ട് ദാനമായി കൊടുത്താൽ അത് വാങ്ങാൻ ആളില്ലാത്തൊരു സ്ഥിതി വരും. വലയുബ്ദലന്നൽ മാൽ, സമ്പത്ത് അധികരിക്കുകയും സമ്പത്ത് നിർലോഭം ചെലവഴിക്കപ്പെടുകയും ഹത്താ ലാ യഖ്ബലഹു അഹദുൻ, അത് സ്വീകരിക്കാൻ ഒരാളില്ലാതെ കാണുകയും ചെയ്യാതിരിക്കുന്നൊരവസ്ഥ വരും. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹം കുറേ കാലം ജീവിച്ചു. ഈ ഹദീസിൽ ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ വളരെ വിശദമായി ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം അദീ ഇബ്നു ഹാത്തിം പിൽക്കാലത്ത് അദ്ദേഹം ജീവിക്കുകയും അന്ന് അദ്ദേഹം കാണുകയും ചെയ്ത കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ഹദീസിൻ്റെ റിപ്പോർട്ട് അവസാനിക്കുന്നത്. ഇതേ അദീ ഇബ്നു ഹാത്തിം പിന്നീട് പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം ജീവിച്ചു. അദ്ദേഹം തന്നെ പിന്നീട് പറഞ്ഞു, ഖാല അദീ ഇബ്നു ഹാത്തിം ഉള്ളതിൻ്റെ വാചകങ്ങൾ പിന്നീട് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നു, ഫഹാദിഹി ദഈനതു തഖ്റുജു മിനൽ ഹീറ ഫതതൂഫു ബിൽ ബൈത്തി ഫീ ഗൈരി ജിവാർ. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം കണ്ടു, ഹീറയിൽ നിന്ന് ഒരാളെയും പേടിക്കാതെ അത്രമാത്രം സുരക്ഷിതത്വത്തോടുകൂടി ഒരു സ്ത്രീ വന്ന് കഅബ തവാഫ് ചെയ്ത് തിരിച്ചു പോകുന്നത് ദാ നമ്മൾ കാണുന്നില്ലേ, ഫഹാദിഹി ഇതാ എന്ന് ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, വലഖദ് കുന്തു ഫീമൻ ഫതഹ കുനൂസ കിസ്റ ഇബ്നു ഹുർമുസിൻ്റെ മകൻ കിസ്റയുടെ നിധിശേഖരങ്ങൾ മുസ്ലിങ്ങൾ കീഴടക്കുന്നത് ഞാൻ കണ്ടു എന്ന് മാത്രമല്ല, ആ കീഴടക്കുന്ന സൈന്യത്തിലൊരു അംഗം കൂടിയായിരുന്നു ഞാൻ എന്ന് അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു പറഞ്ഞു. ആ കിസ്റയുടെ പേർഷ്യ കീഴടക്കുന്ന സൈന്യത്തിലെ ഒരു സൈനികനായിരുന്നു അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു. വല്ലദീ നഫ്സി ബിയദിഹി ലതകൂനന്ന സാലിസ, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, നഫ്സ് ആരുടെ കയ്യിൽ, അവൻ തന്നെയാണ് സത്യം. ലതകൂനന്ന സാലിസ, ഇത് രണ്ടും നടന്നു എങ്കിൽ അല്ലാഹുവിൻ്റെ റസൂൽ അന്ന് എന്നോട് പറഞ്ഞ മൂന്നാമത്തേതും നടക്കും എന്നത് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ലിഅന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖാലഹ, കാരണം അത് പറഞ്ഞത് മറ്റാരുമല്ല അല്ലാഹുവിൻ്റെ റസൂലാണ് എന്നത് തന്നെയാണ്. അതുകൊണ്ട് അതും ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുവിൻ്റെ വാചകങ്ങൾ പിന്നീട് ചരിത്ര സാക്ഷ്യമായി പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പ്രവാചകൻ്റെ ഒരു പ്രവചനങ്ങളിൽ പിൽക്കാലത്ത് അക്ഷരം പ്രതി പുലർന്ന പ്രവചനങ്ങളിൽ പെട്ട ചില പ്രവചനങ്ങൾ കൂടി അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഇസ്ലാം സ്വീകരണത്തോടനുബന്ധിച്ച് ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം പിന്നീട് പ്രവാചകൻ്റെ ജീവിതകാലത്ത് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ ഉപ്പയെക്കുറിച്ച് ചോദിച്ചു. ജാഹിലിയ കാലത്ത് മരണപ്പെട്ടു പോയ ഒരുപാട് വലിയ അത്യുദാരനായിരുന്നല്ലോ ഹാത്തിമുത്തായി എന്ന മനുഷ്യൻ. അപ്പോൾ അദീ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്ന അബീ കാന യസിലുർ റഹീം, എൻ്റെ ഉപ്പ അള്ളാഹുവിൻ്റെ പ്രവാചകരെ നല്ല കുടുംബബന്ധം ഒക്കെ ചേർക്കുന്ന ആളായിരുന്നു. വയഫ്അലു കദാ വകദാ, ഒരുപാട് കാര്യങ്ങൾ ഇന്ന പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ദാനധർമ്മങ്ങൾ അദ്ദേഹം കൈയയച്ച് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും എൻ്റെ ഉപ്പയുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടിയിൽ നിന്ന് ഇസ്ലാം ഏതൊരു കാര്യത്തെ നോക്കിക്കാണുന്ന ആ ഒരു നിലപാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില ആളുകൾ പലപ്പോഴും സംശയത്തോടു കൂടി ചോദിക്കാറുള്ളത് പോലെ ഇന്ത്യയിൽ തന്നെ പല ആളുകളും ജീവിച്ചിട്ടുണ്ട്. ലോകത്ത് പല രാജ്യങ്ങൾക്കും വലിയ വലിയ സേവനങ്ങൾ നിർവഹിച്ച ആളുകൾ, ഒരുപാട് ആളുകൾക്ക് ഉപകാരം ലഭിക്കുന്ന പല നന്മയായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകൾ, വലിയ ദാനധർമ്മങ്ങൾ ചെയ്ത ആളുകൾ, അഗതികൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകൾ, ഇവരൊക്കെയും ചെയ്ത നന്മകൾക്ക് എന്താണ് സംഭവിക്കുക? ഇവരൊക്കെയും അപ്പോൾ പിന്നെ ഒരുപാട് നന്മകൾ ചെയ്തു, അപ്പോൾ ഇവരൊന്നും ഇസ്ലാമിൽ ആയിരുന്നില്ലല്ലോ. അപ്പോൾ ഇവരൊക്കെ നാളെ പരലോകത്ത് ഇവരുടെയൊക്കെ ഒരു സ്ഥിതി എന്തായിരിക്കും എന്ന ചോദ്യം
അങ്ങനെ ഒരു സമാന ചോദ്യമാണ് തൻ്റെ ഉപ്പയെക്കുറിച്ച് അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. എൻ്റെ ഉപ്പ വളരെ വലിയ ഉദാരനായിരുന്നു, ഒരുപാട് കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്ന ആളായിരുന്നു. എന്താണ് എൻ്റെ ഉപ്പയുടെ അവസ്ഥ? അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന അബാക അറാദ അംറൻ, അത് നിൻ്റെ ഉപ്പ ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് പിന്നിൽ നിൻ്റെ ഉപ്പാക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ഫഅദറകഹു, അത് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. ജാഹിലിയ കാലത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം റബ്ബിനെക്കുറിച്ച്, സ്രഷ്ടാവിനെക്കുറിച്ച്, താൻ എന്തിന് ജീവിക്കുന്നു എന്ന ജീവിത ലക്ഷ്യത്തെക്കുറിച്ച്, തൗഹീദിനെക്കുറിച്ച് ഒന്നും അറിയാത്ത, മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇത്തരം നന്മകൾ ചെയ്യുന്നതിലൂടെ എന്താണോ അയാളുടെ ഉദ്ദേശം ഉണ്ടാവുക, സ്വാഭാവികമായും താൻ ആളുകൾക്കിടയിൽ ആ നന്മ ചെയ്യുന്നയാളായി അറിയപ്പെടണമെന്നും ആ ഒരു നന്മ താനാണ് ചെയ്തത് എന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നും എന്നുള്ള ഉദ്ദേശമാണ് ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിലുണ്ടാവുക. അതല്ലാതെ മറ്റ് റബ്ബിനു വേണ്ടി അല്ലെങ്കിൽ സ്രഷ്ടാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശരിയായ നിയ്യത്തോടു കൂടി അത് ചെയ്യണമെന്ന ഉദ്ദേശം അങ്ങനെ ഒരാൾക്ക് വരാൻ യാതൊരു വഴിയുമില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദീ റളിയല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു, ഇന്ന അബാക അറാദ അംറൻ, അത് നിൻ്റെ ഉപ്പക്ക് അത് ചെയ്യുന്നതിന് പിന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഫഅദറകഹു, അത് കിട്ടുകയും ചെയ്തു. അത് ജനങ്ങൾക്കിടയിൽ അറിയപ്പെടണം എന്ന ലക്ഷ്യം പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന കാണാൻ കഴിയും. യാനി അദ്ദിക്ർ, ആളുകൾക്കിടയിൽ അറിയപ്പെടണം എന്നതായിരുന്നു. അല്ലെങ്കിൽ വലിയ ധർമ്മിഷ്ഠനായി തന്നെ ആളുകൾ പുകഴ്ത്തണം, തന്നെപ്പറ്റി ആളുകൾ പരാമർശിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ ആളുകൾ അദ്ദേഹത്തെ ദാനധർമ്മത്തിൻ്റെ പേരിൽ പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഇസ്ലാമിൽ നമുക്ക് ഒരിക്കലും ഇസ്ലാമിലെ ഏതൊരു ചെറിയ കർമ്മത്തിൻ്റെയും വിധി അങ്ങനെയല്ല എന്ന് നമുക്ക് സുപരിചിതമാണ്. ഇസ്ലാമിലെ ഏതൊരു ചെറിയ കാര്യവും ചെറിയ നന്മയും എന്തു കാര്യമായിക്കൊള്ളട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ഓരോ മനുഷ്യൻ്റെയും ആരുടെയും എന്ത് പ്രവർത്തനങ്ങളായിരുന്നാലും എന്ത് അമലായിരുന്നാലും ബിന്നിയ്യാത്ത്, നിയ്യത്തുകൾക്കനുസരിച്ചാണ് അത് പരിഗണിക്കപ്പെടുന്നത്. ഞാനിവിടെ സംസാരിക്കുന്നത് എന്ത് നിയ്യത്തിലാണോ അതിനനുസരിച്ചാണ് ഇതിന് നാളെ എനിക്ക് ഇതിന് പകരമായി രക്ഷയാണോ ശിക്ഷയാണോ ലഭിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നത്. നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് അതുകൊണ്ട് നമ്മൾ എന്താണ് ലക്ഷ്യമാക്കുന്നത്, എന്താണ് നമ്മുടെ നിയ്യത്ത് എന്നത് തന്നെയാണ് ഇസ്ലാമിൽ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡം. അതല്ലാതെ യാന്ത്രികമായി ഒരു കർമ്മം ചെയ്തു തീർത്തു എന്നതുകൊണ്ട് അത് നന്മയാകുന്നില്ല. അതുപോലെ തന്നെ ബാലപാഠങ്ങൾ പോലും പഠിക്കാത്തൊരു മനുഷ്യൻ ഒന്നാം ക്ലാസ്സിൽ നിന്ന് ജയിക്കാതെ അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായി പഠിക്കേണ്ടത് എന്താണോ അത് പഠിക്കാതെ പിന്നീട് അതിനേക്കാൾ വലിയ ബിരുദങ്ങൾ ഒരാൾ കരസ്ഥമാക്കി എന്ന് പറഞ്ഞാൽ അയാളെ നമുക്കൊരു അറിവുള്ളവനായി കണക്കാക്കാൻ കഴിയുമോ? ഇല്ല. ബാലപാഠങ്ങൾ പോലും അറിയില്ല, ABCD അറിയില്ല, ആൽഫബറ്റ് അറിയില്ല, എന്നിട്ട് ഒരാൾ പറയുകയാണ് ഞാൻ ഇന്ന വിഷയത്തിൽ PhD എടുത്ത ആളാണ് എന്ന് പറയുകയാണെങ്കിൽ അയാളെ നമ്മൾ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് അതുപോലെ തന്നെയാണ് ഏറ്റവും ഒരു മനുഷ്യൻ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ഷഹാദത്ത് ആ മനുഷ്യൻ പ്രഖ്യാപിക്കാതെ, ഇസ്ലാം ആ മനുഷ്യൻ ആശ്ലേഷിക്കാതെ, തൗഹീദ് ഒരു മനുഷ്യൻ ഉൾക്കൊള്ളാതെ ലോകത്ത് എത്ര വലിയ നന്മകൾ ചെയ്തിട്ടും ലോകത്ത് അതിനേക്കാൾ വലിയ എത്രയോ വലിയ മനുഷ്യരാശിക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്താലും അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ ഉണ്ടാകാത്തിടത്തോളം കാലം അയാൾ ആ പരീക്ഷയിൽ നാളെ പരലോകമാകുന്ന പരീക്ഷയിൽ വിജയിക്കുന്നില്ല എന്നൊരു പാഠം കൂടി അദീ റളിയല്ലാഹുവിൻ്റെ ഉപ്പയുടെ സംഭവത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന കണക്കിൽ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു പിന്നീടും അദ്ദേഹം ജീവിച്ചപ്പോൾ വളരെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഹസൂന ഇസ്ലാമുഹു, വളരെ അദ്ദേഹത്തിൻ്റെ ഇസ്ലാം വളരെ നല്ല ഇസ്ലാമായിരുന്നു. ഇസ്ലാമിനോട് പ്രതിബദ്ധതയും കൂറുമുള്ള േക്കാൾ കൂടുതൽ പിന്നെയും ദാനധർമ്മങ്ങൾ ചെയ്യുന്നൊരു മനുഷ്യനായി അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു മാറുകയുണ്ടായി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഖിലാഫത്ത് കാലത്ത് പ്രശംസിച്ച് കാണാൻ കഴിയും. അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലത്ത് പല അറബ് ഗോത്രങ്ങളും സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചപ്പോൾ, സക്കാത്തിനെ നിഷേധിക്കാനും സക്കാത്ത് തരില്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളാനും ശ്രമിച്ചിരുന്ന സമയത്ത് സ്വന്തം ഗോത്രത്തിലെ സക്കാത്ത് തന്നെ നിർബന്ധപ്രകാരം സ്വയം മുന്നിട്ടിറങ്ങി അത് ശേഖരിച്ച് ഖലീഫയുടെ മുന്നിൽ കൊണ്ടുവന്ന അങ്ങനെ ആ സക്കാത്തിനോടും ഇസ്ലാമിക ആദർശത്തോടുമുള്ള കൂറ് പ്രകടിപ്പിച്ചയാളാണ് അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഒരിക്കൽ ഉമർ റളിയല്ലാഹുവിൻ്റെ മുമ്പിൽ അദീ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലെ പല ആളുകളും വന്നു. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ പല പരിഗണിക്കേണ്ട പല ആളുകളും ആ സംഘത്തിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. അപ്പോൾ പലരെയും അദ്ദേഹം പേരെടുത്ത് വിളിച്ചു. ഇന്നയാളല്ലേ എന്ന് പറഞ്ഞാൽ അവരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പരാമർശിക്കേണ്ടേ. അദീ റളിയല്ലാഹു അൻഹു മാത്രം ഒന്നും വിളിക്കുകയോ പറയുകയോ ഒന്നും ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല.
അപ്പോൾ അദീബിൻ ഹാത്തിം റളിയല്ലാഹു അൻഹു ഒരു സംശയം, ഇനി എന്നെ ഉമർ റളിയല്ലാഹു അൻഹു മറന്നോ, എന്നെ അറിയില്ലേ? അപ്പോൾ ചോദിച്ചു, അമാ തഅരിഫൂനി യാ അമീർ അൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ ഉമർ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ, എന്നെ അറിയില്ലേ? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് നിന്നെ മനസ്സിലാകാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ അല്ല, അത്രമാത്രം പേര് വിളിക്കേണ്ടതില്ലാത്ത വിധം എൻ്റെ മനസ്സിലുള്ള അല്ലെങ്കിൽ ഇസ്ലാമിന് അത്രത്തോളം കൂറും പ്രതിബദ്ധതയും കാണിച്ച മനുഷ്യനാണ് അദീനി. ബല അസ്ലം ഇദ് കഫറു. പ്രവാചകന് ശേഷം ഈ സക്കാത്തിൻ്റെ വിഷയത്തിലും മറ്റുമൊക്കെ നിരവധി ആളുകൾ കുഫറിലേക്ക് പോയപ്പോൾ അന്നും ഇസ്ലാം മുറുകെ പിടിച്ച ആളല്ലേ അദീനി. വാക്ബൽ ഇദ് അദ്ബറു. ആളുകളൊക്കെ പിന്തിരിയാൻ തുടങ്ങിയപ്പോൾ മുന്നിട്ട് വന്ന മനുഷ്യരല്ലേ അദീനി. വഫൈത ഇദ് ഗദറു. ആളുകൾ വഞ്ചിക്കാൻ തുടങ്ങിയപ്പോൾ ചെയ്ത കരാറിൽ ഉറച്ചു നിന്ന ആളല്ലേ അദീനി എന്ന് പറഞ്ഞ് അദീ റളിയല്ലാഹുവിൻ്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ എടുത്തു പറഞ്ഞു. അവസാനം അദീബ് ഇബ്നു ഹാത്തിം റളിയല്ലാഹു പറഞ്ഞു, ഫലാ ഉബാലി ഇദൻ, എനിക്കൊരു പ്രശ്നമില്ല, നിങ്ങൾ അങ്ങനെ എന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നൊരു സംശയം, ഒരു സങ്കടമുണ്ടായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് അദ്ദേഹം പറയുന്നത് കാണും. പിന്നെയും അതുപോലെ തന്നെ അദ്ദേഹം സക്കാത്ത് ആ സമയത്ത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ പല ഗോത്രങ്ങളും സക്കാത്തിനെ തള്ളാനും നിഷേധിക്കാനും ശ്രമിച്ചപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെയും അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞ വാചകങ്ങൾ ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ തന്നെ മുഖത്ത് നോക്കി അദ്ദേഹം കൊണ്ടുവന്ന ആ സക്കാത്തിനെ കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹം ഇസ്ലാമിനോട് പിന്നീട് കാണിച്ച ആദർശത്തോട് കാണിച്ച പ്രതിബദ്ധതയെക്കുറിച്ചുമൊക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് എടുത്തു പറഞ്ഞത് മുസ്ലിമും അതുപോലെ തന്നെ പല ഹദീസ് ഗ്രന്ഥങ്ങളും ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ കഴിയും. പറഞ്ഞതുപോലെ സക്കാത്തിന് വേണ്ടി നിരവധി ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചു എന്ന് സൂചിപ്പിച്ചിരുന്നു. അതിൽ സക്കാത്ത് പിരിച്ചെടുക്കാനും അതുപോലെ തന്നെ അവിടെ തന്നെ അവരിൽപ്പെട്ട ഫുഖറാക്കളായ ആളുകൾക്ക്, അർഹതപ്പെട്ട ആളുകൾക്ക് സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ 60-ാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ സക്കാത്തിന് അർഹരായ അവകാശികൾക്ക് അത് വീതിച്ചു കൊടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകൾ. അതിനിടയിലുണ്ടായ ചില സംഭവങ്ങൾ കൂടി ഹിജ്റ 9 പ്രധാനപ്പെട്ട ചില സംഭവങ്ങളാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിയെ ബനു അസദ് ഗോത്രത്തിലെ സക്കാത്ത് ശേഖരിക്കുന്നതിനും അതുപോലെ തന്നെ അത് അവിടെ വീതം വെക്കുന്നതും അതിൻ്റെ ഉദ്യോഗസ്ഥനായി നിയോഗിച്ചു. അപ്പോൾ അദ്ദേഹം എല്ലാം കഴിഞ്ഞു, അവിടെ വീതം വെക്കേണ്ടത്, അവിടെ വിതരണം ചെയ്യേണ്ടത് അവിടെയുള്ള അർഹതപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്തു. ബാക്കിയുള്ളവ മദീനയിലേക്ക് കൊണ്ടുവന്നു. മദീനയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം പ്രവാചകൻ പറഞ്ഞു, ഹാദാ ലക്കും വഹാദാ ഉഹ്ദിയലി, ഇത് സക്കാത്തിന് മുതലാണ്, ഇതിപ്പോൾ മുസ്ലിങ്ങളുടെ പൊതുസ്വത്താണ്. വഹാദ ഉഹ്ദിയലി, വേറെ കുറച്ച് സ്വത്തുക്കളുണ്ടായിരുന്നു, ഇതെനിക്ക് ആളുകൾ ഹദിയയായി തന്നതാണ്. ഒരു മുസ്ലിം തനിക്ക് അർഹതപ്പെടാത്തത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രംഗങ്ങളിൽ സൂക്ഷിക്കേണ്ട, പാലിക്കേണ്ട വലിയ സൂക്ഷ്മതയും ശ്രദ്ധയും കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുന്ന ഒന്നാണ്. ഇത് പ്രവാചകൻ അയച്ച ഒരു ഇതിലാണ്, ഇത് നിങ്ങൾ സക്കാത്തിന് മുതലാണ്, ഇതെനിക്ക് ആളുകൾ ഞാൻ ചെന്നപ്പോൾ ഹദിയയായിട്ട് എനിക്ക് തന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറുകയും ഹംദും അതുപോലെ തന്നെ അള്ളാഹുവിനെ പുകഴ്ത്തിയും ഒക്കെ ചെയ്തതിന് ശേഷം പറഞ്ഞു, മാ ബാലുൽ ആമിൽ, ഈ സക്കാത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട, പിരിച്ചെടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥ എന്താണ്? അവർ തിരിച്ചു വരുന്നു, എന്നിട്ട് പറയുന്നു, ഇത് സക്കാത്തിൻ്റെ മുതലും ഇത് എൻ്റെ മുതലും എന്ന് പറയുന്നു. അവൻ്റെ ഉപ്പയുടെയോ ഉമ്മയുടെയോ അല്ലെങ്കിൽ അവൻ്റെ സ്വന്തം വീട്ടിൽ അവൻ ഇരുന്നിരുന്നു എങ്കിൽ ആരെങ്കിലും അവൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഹദിയ കൊണ്ടു കൊടുക്കുമായിരുന്നോ എന്ന് റസൂലുള്ളാഹി ചോദിക്കുകയും, നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ ഇതൊക്കെയും സ്വയം തൻ്റെ ചുമരിൽ ചുമന്നുകൊണ്ട് വരുന്നൊരു ഗതികേട് അള്ളാഹുവാണേ ഇങ്ങനെയുള്ള മനുഷ്യർക്ക് ഉണ്ടാവുകയും ചെയ്യും എന്ന് താക്കീത് നൽകുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുകയും ചെയ്തു. ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ച ഒരു ഉദ്യോഗസ്ഥൻ ഒരിക്കലും, അത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ ദീനീ കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ദീനിൻ്റെ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പേരിൽ ലഭിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കണം എന്ന് സൂചിപ്പിക്കുന്ന വലിയ ഒരു പാഠമാണിത് നമുക്ക് നൽകുന്നത്. നമ്മളാരെങ്കിലും വീട്ടിലിരുന്നാൽ നമുക്കത് ലഭിക്കില്ല എന്നുറപ്പാണ്. നമ്മൾ ദീനിൻ്റെ ആളുകളായി നിൽക്കുന്നു, ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ആളുകളിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അത് നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അങ്ങനെ ദീനിനെ നമ്മുടെ ദുനിയാവിന് വേണ്ടിയുള്ള ഒരു ഉപാധിയാക്കി മാറ്റുന്ന, നമുക്ക് പല ലാഭങ്ങൾ ലഭിക്കാനുള്ള ഒരു വഴിയാക്കി മാറ്റുന്ന ഒരു സ്ഥിതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുകൂടി ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. മുത്തഫഖുൻ അലൈഹിയായ
ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് പറഞ്ഞതിന് ശേഷം ആകാശത്തേക്ക് കൈകൾ ഉയർത്തുകയും അലാഹൽ ബല്ലഗ്തു, അള്ളാഹുവെ അറിയുക, ഇത് ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പറയുകയും ചെയ്തു എന്ന് നമുക്കറിയാം. പ്രവാചകൻ്റെ കക്ഷങ്ങളുടെ വെളുപ്പ് നിറഞ്ഞങ്ങൾ കണ്ടു എന്ന് ആ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ സ്വഹാബിമാർ അബൂ ഹുമൈദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു പാഠം കൂടി ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സക്കാത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ പല സംഭവങ്ങൾ ഇനിയുമുണ്ട്. സക്കാത്ത് വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളും, വിശേഷിച്ച സൂറത്തുൽ ഹുജറാത്ത്, ഈ ഒരു കാലഘട്ടത്തിൽ സക്കാത്തിൻ്റെ പല പ്രശ്നങ്ങളുമായി ഇറങ്ങിയ ഒരു സൂറത്ത് കൂടിയാണ്. അതിൻ്റെ പല ആയത്തുകളുടെയും അവതരണ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ സക്കാത്തിന് നിയോഗിക്കപ്പെട്ട ആളുകളുടെ അടുത്ത് നിന്ന്, ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് വന്ന പല പാകപ്പിഴവുകൾ, അതുപോലെ തന്നെ ഈ ഒരു ഹിജറ 9 കാലഘട്ടത്തിൽ പ്രവാചകൻ്റെ മുമ്പിൽ നടന്ന ചില സംഭവങ്ങൾ, അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ റളിയല്ലാഹു അൻഹുമ അവർ ഒരു തർക്കത്തിലേർപ്പെട്ട് ശബ്ദമുയരുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു നിന്ന് ലാ തർഫഉ അസ്വാതക്കും എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ഹുജറാത്തിൻ്റെ തുടക്ക ഭാഗങ്ങളും ആരംഭിക്കുന്നത് തന്നെ പ്രവാചകനെ ബുദ്ധിമുട്ടിക്കരുതെന്നും നിങ്ങൾ പ്രവാചകൻ്റെ ശബ്ദത്തിനുമേൽ ശബ്ദം ഉയർത്തരുതെന്നും എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചില സംഭവങ്ങൾക്ക് ഉണ്ടാകുന്നത് ഹിജറ 9-ലാണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക ജീവിതം പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടിസ്ഥാനം ആദർശവും ശരിയാക്കിക്കൊണ്ട് കൂടുതൽ നന്മകളിൽ ഏർപ്പെടാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.